നമസ്കാരം. ഡിസൈൻ ലാംഗ്വേജിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് 2020 കണ്ട ടാറ്റ സിയറയുടെ കോൺസെപ്റ്റ് മോഡൽ. അതിനുശേഷം കാലികമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു. 2023ലും 24ലൊക്കെ ഈ ഒരു വാഹനത്തിൻ്റെ ചേഞ്ച് നമ്മൾ കണ്ടതാണ്. 2025 നവംബർ മാസം 25-ാം തീയതി ഈ ഒരു വാഹനം ഒഫീഷ്യലി ലോഞ്ച് ചെയ്തു. അതായത് ഇന്ന് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഞെട്ടിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് പ്രീമിയം സെഗ്മെൻറ്റിനോട് കിടപിടിക്കുന്ന ഫീച്ചറുകൾ ഈ ഒരു വാഹനത്തിലുണ്ട്. എൻജിൻ സൈഡിലേക്ക് നമുക്ക് പറയാം. നമ്മൾ കൂടുതൽ എൻജിൻ സൈഡ് ശ്രദ്ധിക്കുന്ന ഒരു ചാനലാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ബേസ് മോഡലിൻ്റെ വില. ബേസ് മോഡൽ മാത്രമാണ് വില ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുള്ളത്. 11,49,000 രൂപയാണ്. അതായത് 11.5 ലക്ഷം രൂപ എന്ന് നമുക്ക് പറയാം. ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും ഒരു 14.4 ലക്ഷം രൂപ അല്ലെങ്കിൽ 14 ലക്ഷം രൂപയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് വില വരും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതായത് ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള സ്മാർട്ട്, അതിന് മുകളിലേക്ക് പ്യുർ പ്ലസ്, അഡ്വഞ്ചർ പ്ലസ്, അക്കംപ്ലിഷ് പ്ലസ്, ഇങ്ങനെയുള്ള 7 വേരിയൻറ്റിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 എഞ്ചിൻ ഓപ്ഷൻസും ഉണ്ട്. ഇതിനകത്ത് 1.5 ഡീസൽ എഞ്ചിനും ഉണ്ട്, 1.5 ടർബോ ചാർജ്ഡ് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എഞ്ചിനും ഉണ്ട്, 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഉണ്ട്. നമുക്കതിലേക്ക് കടക്കാം. എന്താണ് ഈ ബേസ് വേരിയൻറ്റിൻ്റെ പ്രത്യേകത? ഇത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണിയാണ്. ഇതൊരു വലിയ ജൈജാൻറ്റിക് ആയിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. കൃത്യമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ സൈസ് അല്ലെങ്കിൽ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ്, അതുമാത്രമല്ല വീൽ ബേസിനെ കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്. 2700 മില്ലിമീറ്ററിനുള്ളിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് എന്ന് കമ്പനി ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഒരു പടി മുകളിലാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ടാറ്റ ആയതുകൊണ്ട് നമുക്കതിന് വലിയ അത്ഭുതമൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ പേട്ട മറ്റൊരു ബ്ലോഗിലേക്ക് അവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ മുമ്പിൽ ഇന്ന് എത്തിയിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടുള്ള ടാറ്റ സിയറയാണ്. സിയറ എന്ന് പറയുന്നത് ഒരു ക്രോസ് ഓവർ വാഹനമല്ല. ഐ എം വെരി എക്സൈറ്റഡ്. എന്നാലും ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് മാർട്ടിൻ ക്ലാരിക് എന്ന് പറയുന്ന അവരുടെ ചീഫ് ഡിസൈനറുടെ വളരെ കാലത്തെ ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ട് രൂപം കൊണ്ട ഒരു വാഹനം തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു വലിയ ജൈജാൻറ്റിക് വാഹനത്തെ പോലെ നമുക്ക് തോന്നും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ബേസ് മോഡലിൽ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നോക്കാം. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് സ്റ്റാൻഡേർഡായിട്ട് 11.5 ലക്ഷം രൂപ എക്സ് ഷോറൂം പ്രൈസിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡൽ അതിൽ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിലല്ല, സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റിലും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു ഇൻട്രൊഡക്ടറി പ്രൈസാണ്. അതായത് കുറച്ച് കാലത്തേക്ക് മാത്രമായിരിക്കും ഈ ഒരു പ്രൈസ് ഉണ്ടാകുക. എന്തൊക്കെയാണ് ലഭിക്കുന്നത്? അതായത് ബൈ LED പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വിത്ത് DRLs, അത് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ലഭിക്കും. അതായത് ഫ്രണ്ടിലുള്ള LED-യും ബാക്കിലുള്ള ബ്രേക്ക് ലൈറ്റ്, കണക്റ്റഡ് ബ്രേക്ക് ലൈറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വാഹനത്തിനും ലഭിക്കും. 19 ഇഞ്ചിൻ്റെ വീൽസാണ് ഈ ഒരു വാഹനത്തിൻ്റെ ടോപ്പ് എൻഡിലൊക്കെ വരുന്നതെങ്കിലും 17 ഇഞ്ച് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നതാണ്. സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്, അതായത് ഏറ്റവും ബേസ് വേരിയൻറ്റിന് 17 ഇഞ്ച് നമുക്ക് ലഭിക്കും. ഓൾ 4 ഡിസ്ക് ബ്രേക്സ്, അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടുണ്ട്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് വലിയൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമില്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുമ്പോഴത്തേക്കും പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു പോയിൻ്റ് അല്ല. EPB വിത്ത് ഓട്ടോ ഹോൾഡ്, അത് തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ റിയർ വിൻഡോ, സൺഷെയ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒരു ഫാൻസി ഫീച്ചറായിട്ട് നമുക്ക് പുറത്തുനിന്ന് ആഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് എടുത്തു പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിങ്ങും സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു വാഹനത്തിലുണ്ട്. പിന്നെ റിയർ AC വെൻ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിലുണ്ട്. എന്നാൽ ഈ ഹൈലൈറ്റ് ചെയ്യുന്ന ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേക്കായിരിക്കും ലഭിക്കുന്നത്. അതായത് ഏറ്റവും താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട് കാര്യങ്ങളൊന്നുമില്ല. അവിടെ ഡ്യുവൽ സ്ക്രീൻ മാത്രമായിരിക്കും ലഭിക്കുന്നത്. 12.3 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും 12.3 ഇഞ്ചിൻ്റെ കോ ഡ്രൈവറിൻ്റെ ഭാഗത്തുള്ള ആ ഒരു സ്ക്രീനും, അത് മാത്രമല്ല ഡ്രൈവർ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെരിഞ്ഞാണ് ഈ ഒരു സ്ക്രീനിൻ്റെ പ്ലേസ്മെൻറ്റ്. അതായത് ഡ്രൈവർക്ക് കുറച്ചും കൂടെ നല്ല രീതിക്കുള്ളൊരു വിസിബിലിറ്റി ലഭിക്കത്തക്ക രീതിയിലാണ് സ്ക്രീനിൻ്റെ പ്ലേസ്മെൻ്റ് ഒക്കെ വന്നിട്ടുള്ളത്. അത് നല്ല കാര്യമാണ്. അത് മാത്രമല്ല 10.25 ഇഞ്ചിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്തു വേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഏകദേശം 625 ലിറ്ററിനോട് അടുത്താണ് വന്നിട്ടുള്ളത്. അത് വലിയൊരു മാസീവായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് എന്ന് തന്നെ പറയാം. ഈ ഒരു വാഹനത്തിൻ്റെ
വാഹനത്തിൻ്റെ ബേസ് മോഡലിൽ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ലഭിക്കുന്നുണ്ട്. ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ്, ആ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതൊരു ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, അത് വലിയ കോസ്റ്റ് ഉള്ള ഒരു സംഭവമൊന്നുമല്ല. എന്നാൽ പോലും ഇതിൽ ഈ ഒരു വാഹനം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ബേസ് മോഡൽ, ഇപ്പോൾ ബേസ് മോഡലിൻ്റെ പ്രൈസ് മാത്രമാണ് വന്നിട്ടുള്ളത് 11.5 ലക്ഷം രൂപ. അതിന് വേർത്താണ്. ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, ഈ ഒരു വാഹനം നമ്മൾ കാണുന്നത് പോലെയല്ല. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ തൈ സപ്പോർട്ടും അത് മാത്രമല്ല ലെഗ് റൂം ഒക്കെ ഉള്ളൊരു വാഹനമാണ്. അപ്പോൾ അത്ര കണ്ട് ലെഗ് റൂം തോന്നാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ളൊരു വാഹനം തന്നെയാണ്. സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും വലിയ പനോരമിക് സൺറൂഫാണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കംഫർട്ട് എന്ന് പറയുന്നത് വേറെ ലെവലാണ്, അപ്പ് മാർക്കറ്റാണ്. അതായത് സൗണ്ട് ബാർ കൈൻഡ് ഓഫ് മ്യൂസിക് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പടി ഉയരത്തിലാണ് നിൽക്കുന്നത്. അതായത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ഫാബ്രിക് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും സീറ്റിൻ്റെ പൊസിഷനിങ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എക്സ്റ്റൻഡഡ് തൈ സപ്പോർട്ടൊക്കെ സീറ്റിന് ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ടോപ്പ് എൻഡിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഇലക്ട്രോണിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്ന സീറ്റുകൾ കാര്യങ്ങളൊക്കെയാണ്. അതിൽ ഡ്രൈവർക്ക് മാത്രമാണ് ഈ ഒരു മെമ്മറി ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളൂ. അത് 3 രീതിക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് കാണിച്ച സമയത്ത് 2 വാഹനങ്ങൾ, 2 സിയറ ഹെഡ് ടു ഹെഡ് ആയിട്ട് കൊളൈഡ് ചെയ്ത ഒരു ദൃശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. 50 കിലോമീറ്റർ വേഗതയിലാണ് ആ ഒരു കൊളീഷൻ നടന്നത് എന്നാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. എന്നിട്ട് പോലും ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റിക്ക് യാതൊരു വിധ അല്ലെങ്കിൽ സേഫ്റ്റി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതായത് സേഫ്റ്റി സൈഡിൽ ഈ ഒരു വാഹനത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഒക്കെ ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്നു എന്നാണ് ആ ഒരു വീഡിയോയിലൂടെ കമ്പനി പറയാൻ ആഗ്രഹിച്ചത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിൽ അഡാസിൻ്റെ പ്രൊവിഷനുണ്ട്, അഡാസ് ലെവൽ 2 ഉണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ എഞ്ചിൻ സൈഡിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 7 വേരിയൻ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ 1.5 NA പെട്രോൾ ഉണ്ട്. വളരെ നിരാശയാണ് എനിക്ക് തോന്നിയത്. കാരണം 106 bhp പവർ മാത്രമാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഒരു 4400 മില്ലിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വാഹനമാണ്. വലിയൊരു വാഹനമാണ്. ഇതിപ്പോൾ റോട്ടിലൂടെ പോകുന്നത് കാണുമ്പോഴത്തേക്കും എൻ്റെ ഒരു വിശ്വാസമാണ്, ഇത് റോട്ടിലൂടെ പോകുന്നത് കാണുമ്പോഴത്തേക്കും ഇത് വലിയൊരു മാസീവായിട്ടുള്ളൊരു അപ്പിയറൻസ് ഈ ഒരു വാഹനത്തിനുണ്ട്. അത് സത്യമാണ്. അത്തരത്തിലുള്ളൊരു വാഹനത്തിന് 1.5 എഞ്ചിൻ വെച്ചിട്ട് എന്തായാലും 4 മീറ്ററിന് താഴത്തേക്ക് വന്നാലാണ് എന്തെങ്കിലും ഒരു GST ബെനിഫിറ്റ് കിട്ടുള്ളൂ. ഇതിപ്പോൾ അത്ര കണ്ട് GST ബെനിഫിറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് കിട്ടില്ല. അവിടെ ഈ ഒരു 1.5 NA പെട്രോൾ വെച്ചിട്ട് 106 bhpയും 145 Nm ടോർക്കുമാണ്. ഇപ്പോൾ ക്രെറ്റയുടെ MPI എഞ്ചിനൊക്കെ അപ്രോക്സിമേറ്റ്ലി 144 Nm ടോർക്കേ ഉള്ളൂ. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും 106 bhp എന്ന് പറയുന്നത് വളരെ കുറവാണ്. നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ വളരെ പവർ കുറഞ്ഞൊരു വാഹനം എന്ന് പറയാം. കാരണം ഗ്രാൻഡ് വിറ്റാരയ്ക്കൊക്കെ ഏകദേശം ഇതിനോട് അടുത്തുള്ളൊരു പവർ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ ടർബോ ചാർജർ ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ, ഇത് ഹാരിയറിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു എഞ്ചിനാണെന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2023 അവരത് വളരെ വിശ്വവിഖ്യാതമായിട്ട് ആ ഒരു എഞ്ചിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് 170 bhp പവറും 280 Nm ടോർക്കും ഒക്കെയാണ് അവർ അവകാശപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ പർട്ടിക്കുലർ വേരിയൻസിൽ ഒരു എഞ്ചിൻ അവൈലബിൾ ആണ്. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂണിങ്ങിൽ വ്യത്യാസമുണ്ട്. 160 PS പവറും 255 Nm ടോർക്കും മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇവിടെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. 1.5 ഡീസൽ എഞ്ചിൻ അവൈലബിൾ ആണ്. ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇവിടെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട്. ഡീസലിൽ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നല്ല രീതിക്ക് എഫക്റ്റീവാണ്. ഏസിൻ സോഴ്സ്ഡ് ആണ്. അതായത് നമുക്കറിയാം വളരെ റിലയബിൾ ആയിട്ടുള്ള ബോക്സ് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി തന്നെയാണ് ഏസിൻ. അപ്പോൾ ടൊയോട്ടയൊക്കെ ഇവരുടെ അടുത്ത് നിന്ന് ഗിയർ ബോക്സ് വാങ്ങിക്കുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ 118 bhp പവറും 260 Nm ടോർക്കുമാണ്. അത് മാനുവൽ ട്രാൻസ്മിഷനിലാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴത്തേക്കും 280 Nm ടോർക്കായിട്ട് അത് ഉയരുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മികച്ച വാഹനമാണ്. ഓൺ പേപ്പർ സ്പെക്ക് ഒക്കെ വളരെ നല്ലതാണ്. 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ, അതായത് 106 bhp നൽകുന്ന ആ ഒരു എഞ്ചിനിൽ കേസിൽ മാത്രമാണ് കുറച്ച് അണ്ടർ പവർ ആയിട്ട് ഓൺ പേപ്പർ നമുക്ക് തോന്നുന്നുള്ളൂ. തീർച്ചയായിട്ടും ബേസ് മോഡൽ, ഇതൊരു ബേസ് മോഡൽ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. വളരെയധികം ഫീച്ചർ ബേസ് മോഡലിലുണ്ട്. 17 ഇഞ്ചിൻ്റെ വീൽസ് ഒക്കെ ഈ ബേസ് മോഡലിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രെറ്റയുടെ ഒക്കെ ടോപ്പ് എൻഡിൽ വരെ 17 ഇഞ്ചാണുള്ളത്. നോർമൽ 1.5 MPI എഞ്ചിനുള്ള വേർഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ക്രെറ്റയുടെ ബേസ് മോഡലും ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു 70,000 രൂപയുടെ അപ്രോക്സിമേറ്റ്ലി വ്യത്യാസം മാത്രമാണുള്ളത്. തീർച്ചയായിട്ടും വലിയൊരു വാഹനമാണ്, നല്ലൊരു വാഹനമാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പർട്ടിക്കുലർ ആ ഒരു യെല്ലോ കളർ ഉണ്ടല്ലോ, അത് അവരുടെ ചീഫ് ഡിസൈനർ ആയിട്ടുള്ള മാർട്ടിൻ ഹാരിക്കിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം അത്തരത്തിലുള്ളൊരു കളർ കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും വാഹനം വരട്ടെ, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക, വാഹനത്തെ നേരിട്ട് കാണുക, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഫാബ്രിക് ക്വാളിറ്റി, വാഹനത്തിൻ്റെ എസ്തെറ്റിക് സെൻസ് എങ്ങനെയുണ്ട്, വാഹനത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, എഞ്ചിൻ സൈഡ് എങ്ങനെയുണ്ട്, ഇതൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ കയ്യിലിരിക്കുന്ന പണം വാങ്ങാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുക. അല്ലാതെ നമ്മൾ ചാടിക്കയറി ചെന്നിട്ട് ഒരു വാഹനമൊന്നും വാങ്ങരുത്. വാഹന നിർമ്മാണ കമ്പനികൾ ഓരോ ദിവസം ഓരോ വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.